നമസ്കാരം. നമ്മൾ स्पिरिचुअल एनाटमी सेशन कंटिन्यू है. हम स्पिरिचुअल एनाटमी का सेशन कंटिन्यू कर रहे हैं. तो स्पिरिचुअल एनाटमी നമ്മളിപ്പോൾ പ്രഭു പോയിന്റ് തന്നെ പ്രഭുപാദത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 11th പോയിന്റ്, 11th ചക്ര, അതാണ് നമ്മളുടെ ഡിസ്കഷൻ. 11ാമത്തെ ചക്രത്തിൻ്റെ ക്വാളിറ്റീസ്, അതിൻ്റെ എലിമെൻറ്റ്സ് ഒക്കെ ഒന്നാമത്തെ പോയിന്റ് പോലെ തന്നെ. 11th पॉइंट का जो एलिमेंट्स है, तत्व है, वो फर्स्ट पॉइंट के जैसा ही है. उसका मेन एलिमेंट है अर्थ एलिमेंट. അതിൻ്റെ പ്രധാനപ്പെട്ട എലിമെൻറ്റ് ഭൂമി തന്നെയാണ്. അപ്പോൾ പ്രഭുഭാവത്തിൻ്റെ സ്വഭാവം നമ്മൾ പറഞ്ഞു. കാരണം അത് നമ്മുടെ ക്രിയേറ്ററിൻ്റെ അപ്പുറത്തേക്ക് പോയി. हम हमारे सृष्टा है उसके तल से भी ऊपर जाता है और सहस्रदल कमल है उसको भी पार जाता है. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള സഹസ്രദള കമലുണ്ട്, സഹസ്രാരം എന്ന് പറയും. അതിൻ്റെയും കടന്നു പോകുമ്പോഴാണ് പ്രഭുഭാവം എന്ന് പറയുന്നത്. അപ്പോൾ പ്രഭുഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പ്രഭുവായി, പ്രഭുവിൻ്റെ സ്വഭാവമാണ്, ഈശ്വരൻ്റെ സ്വഭാവമാണ് പ്രഭുഭാവത്തിലെത്തുമ്പോൾ. जो सृष्टा का स्वभाव है. ഭഗവാൻ बोलते हैं ക്ഷേത്രജ്ഞ, ऐसे बोलते हैं, ക്ഷേത്രജ്ഞ ഭാവം എന്നൊക്കെ പറയും. എല്ലാം അറിയുന്ന ഒരു സ്റ്റേറ്റ്, ആ ഒരു സ്റ്റേറ്റിലാണ് പ്രഭുഭാവത്തിലിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള എൻറ്റിറ്റി, സ്പിരിച്വൽ എൻറ്റിറ്റി, जो हमारा स्पिरिचुअल एंटिटी है वो उधर रूपीकृत होता है, അവിടെ രൂപീകരിക്കപ്പെടുന്നു. അത് ബ്രൈറ്റർ വേൾഡാണ്. यही बोलते हैं ब्राइटर वर्ल्ड. हम ब्राइटर वर्ल्ड में प्रवेश करने वाले हैं. सच में ब्राइटर वर्ल्ड में ही है. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇവിടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു, അത്രത്തോളം നമ്മൾക്ക് ഇനിയും മുന്നോട്ട് പോകാം. हमारा कैरेक्टर में जैसा डेवलपमेंट होता है हम आगे जा सकते हैं. अगर हमारे कैरेक्टर में कोई प्रॉब्लम है तो हम उधर श्रिंक हो जाते हैं, नीचे गिरने की चांस भी है. അപ്പോൾ നമ്മൾ എത്ര ഉയർന്നാലും വീഴാൻ സാധ്യതയുണ്ട്. കിतना भी ऊपर आए नीचे गिरने की पॉसिबिलिटी है. മുകളിൽ നിന്ന് വീഴുമ്പോൾ വേദന കൂടും. ഏറ്റവും മുകളിൽ നിന്ന് വീഴുമ്പോൾ വീഴ്ച വളരെ വളരെ ആഘാതം ഭയങ്കര അധികമാണ്. അപ്പോൾ നമ്മൾ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. സഹജമാർഗത്തിൽ ഇത് വളരെ എളുപ്പമാണ്. सहजमार्ग में ये बहुत सरल है सच में, क्योंकि हमारा लक्ष्य डिफरेंट है. നമ്മുടെ ലക്ഷ്യം വ്യത്യാസമുണ്ട്. നമുക്ക് ഈശ്വരനുമായുള്ള പൂർണ്ണ ഏകത്വം, ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുവിനെ എമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. हमारे गुरु को एमुलेट करना, उनके जैसा बनना. तो हमारा लक्ष्य बहुत क्लियर है. നമ്മുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും താഴേക്ക് വീഴേണ്ട പ്രശ്നം വരുന്നില്ല. ഈശ്വരൻ ആരാ നമുക്കറിയില്ല, भगवान कौन है हमको पता नहीं है, पर गुरु को हम देखते हैं. भगवान बहुत रूपों से, बहुत नामों से पुकारे जाते हैं. അല്ല, ഈശ്വരനെ പല പേരിലും പറയുന്നു. പക്ഷേ ഈശ്വരനെ കണ്ടവർ ആരുമില്ല, ഈശ്വരനെ കാണാൻ പറ്റില്ല. പക്ഷേ ഈശ്വരനെ സാക്ഷാത്കരിച്ച് जो डिवाइन कॉन्शियसनेस में आता है वो कैरेक्टर में डेवलप होता है. നമ്മുടെ സ്വഭാവത്തിലാണ് ഒരാൾ ഡിവൈനിറ്റി കാണുക. ഒരാളുടെ ഈശ്വര സാക്ഷാത്കാരം അയാളുടെ സ്വഭാവത്തിലാണ് കാണുന്നത്. അപ്പോൾ 11ാമത്തെ പോയിന്റ് എത്തുമ്പോൾ हम घर पहुंच गए हैं, ऐसा है. जैसे पुत्र और पिता एक जैसे बन गए हैं. ഇപ്പോൾ നമ്മൾ ഫാമിലിയിൽ മകനും അച്ഛനും ജീവിച്ചിരിക്കുമ്പോൾ മകൻ ക്രമേണ അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങും. जो पुत्र है पिताजी का जो उत्तरदायित्व है धीरे धीरे लेता है. അപ്പോൾ पिता जैसे बनने लगता है, पर पिता जिंदा है. അച്ഛൻ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ മകന് ഇതില്ല, അച്ഛൻ ചെയ്യുന്ന പോലെ മകൻ ചെയ്യില്ല. जो पिता करते हैं वैसा ही नहीं करेंगे, क्योंकि पिता को थोड़ा और बड़ी वो कॉन्ഷ്യസ്നെസ് है. അച്ഛന് കാര്യങ്ങൾ കുറച്ചും കൂടി കാര്യമായിട്ട് അറിയാം. പൈസ ചിലവാക്കാൻ ശ്രദ്ധിക്കും, വേണ്ടാത്തതിന് ചിലവാക്കരുത്, വേണ്ടതിന് ചിലവാക്കുക. അച്ഛൻ പറയും. മകൻ വിചാരിക്കുന്നത് അച്ഛനെന്താ അങ്ങനെ കാണിക്കുന്നത്. पुत्र सोचेगा कि पिताजी क्या करता है, वो इसमें क्यों पैसा वेस्ट कर रहा है. ഇല്ലേ, നമുക്ക് ആ സ്വഭാവം നമുക്കുണ്ടോ. മകൻ അച്ഛനെ കുറ്റപ്പെടുത്തും. അപ്പോൾ ये प्रॉब्लम हो सकता है, मास्टर क्यों ऐसा करता है, മാസ്റ്റർ എന്തുകൊണ്ട് ഇങ്ങനെ, മാസ്റ്റർ പിതാജിയെ. അപ്പോൾ നമ്മൾ അതുപോലെ എന്തു ചെയ്യും, जब हम उस पोजीशन में आ जाएंगे, जब पुत्र पिता के पोजीशन में आ जाएंगे, तब पुत्र भी पिता जैसे ही बिहेव करेंगे. ഈ ലോകത്തിലെ നിയമമാണ്. മകൻ അച്ഛൻ്റെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ जो पिताजी ने किया वही यही भी करेगा, क्योंकि उसको पता चलेगा क्यों मेरे पिताजी ने ऐसा किया है, എൻ്റെ അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് ഇപ്പോൾ തന്നെ പഠിക്കണം. जब हम दुनिया में है, अभी ही हमारा यह कैरेक्टर फॉर्म करना है. ഭൂമിയിലിരിക്കുമ്പോൾ നമ്മൾ ഈ സ്വഭാവം ഉണ്ടാക്കണം. എങ്ങനെയായിരിക്കും ഈശ്വരൻ ഭൂമിയിൽ അവതരിച്ചാൽ പെരുമാറുന്നത്. जब भगवान दुनिया में है कैसे बिहेव करेगा, वो दिखाने के लिए हमारे सामने मास्टर है. അത് കാണാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ. ഈ ലോകം വിട്ട് കഴിഞ്ഞാൽ മാസ്റ്റർ नहीं है. जब हम दुनिया छोड़ेंगे हम लिविंग मास्टर को नहीं पहचान सकेंगे.
ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതാമേ പോലത്തെ വിശ്വരൂപ ദർശനം കഴിഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ അർജുനൻ പറയാം, എനിക്ക് പഴയ രൂപം തന്നെ കാണണം, അങ്ങയുടെ മനുഷ്യരൂപം കാണിക്കണം എന്ന് പറയും. जो भगवान को बोला कि मैं डर गया, आप आपका पुराना रूप दिखाइए, ओरिजिनल रूप दिखाइए. तो भगवान कृष्ण का रूप आ गया. അപ്പോൾ ഭഗവാനോട് പറയും, ഇപ്പോൾ എനിക്ക് സമാധാനമായി, अब मेरा डर निकल गया. तभी भगवान बोलते हैं कि ये जो रूप है ये देवता भी देखने के लिए ആഗ്രഹം करते हैं, ആശ करते हैं. ഈശ്വരന്മാരും ദേവി ദേവന്മാരും കൂടി ആഗ്രഹിക്കുന്ന രൂപമാണ് എൻ്റെ ഇത്. കാരണം അവർക്ക് കാണാൻ പറ്റില്ല. जो इंद्र ब्रह्मा वो भी नहीं देख सकते, മാസ്റ്റർ को नहीं देख सकते. അവർക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ വരണം. അറിയില്ലേ, പുരാണങ്ങൾ എത്ര കഥകൾ, ബ്രഹ്മാവ് കൃഷ്ണനെ മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ആ ലിവിങ് ക്യാരക്ടറിനെ കാണാനുള്ള ഭാഗ്യമുണ്ട്. സോ हमारा जीवन मॉडल कर सकते हैं. अब इसी मनुष्य जन्म में हमको ट्रांसेंड करना है, ये डिवाइन क्वालिटीज़ हमको जीवन में हासिल करना है. और वो जो പരം ലക്ഷ്യം वो മാനിഫെസ്റ്റ് ഈ ഭൂമിയിൽ തന്നെ ഇത് വിട്ടിട്ടുള്ളൊരു ജീവിതം നമുക്ക് എത്താൻ പറ്റുമോ നമുക്ക് അറിയില്ല, കാണാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പം തന്നെ സാധിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് കൊണ്ടുവരിക, എങ്ങനെയാണ് ആ ദിവ്യമായിട്ടുള്ള ക്വാളിറ്റി കാണിക്കുക? നമ്മൾ എമുലേറ്റ് ചെയ്യുക. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതതീഹി കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം. അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞം പെരുമാറുക, എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞ, कैसे സ്ഥിതപ്രജ്ഞ कैसे बिहेव करता है, कैसे भाषण करता है, कैसे चलता है, कैसा बैठता है. അപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ आत्मन्येवात्मना तुष्टः स्थितप्रज्ञस्तदोच्यते. जो अपने ही अंदर संतुष्ट है और उसमें कामनाएं नहीं है. अभी അയാൾക്ക് അദ്ദേഹത്തിന് ആഗ്രഹങ്ങളൊന്നുമില്ല, ബാലൻസ്ഡ് ആയിട്ട് ഒരാൾ, എല്ലാവരോടും തുല്യനായിട്ട് പെരുമാറുന്നത്, നിന്ദ സ്തുതി മിത്ര എല്ലാവരോടും നല്ലപോലെ പെരുമാറുന്ന ഒരാളാണ് സ്ഥിതപ്രജ്ഞ. അപ്പോൾ നമ്മൾ കാണുന്നു ഇങ്ങനെ ആളെ ഓരോ സമയത്ത് എങ്ങനെ പെരുമാറുന്നു, സംസാരിക്കുന്നത് എങ്ങനെ. ഇത് ശരീരത്തിലൊക്കെ പറ്റുള്ളൂ, ഉറങ്ങുമ്പോഴും പറ്റുമോ? जब हम सोए हुए हमको कैरेक्टर ट्रांसफॉर्म नहीं हो सकता. ഉറങ്ങിയിരിക്കുമ്പോൾ ക്യാരക്ടർ ട്രാൻസ്ഫോർ, ഉറങ്ങിയിരിക്കുമ്പോൾ ഞാൻ ആരാധന അറിയില്ല, ഉറങ്ങിയിരിക്കുമ്പോൾ ഭാര്യയില്ല, ഭർത്താവില്ല, അച്ഛനില്ല, മകനില്ല. അപ്പോൾ ഉണർന്നിരിക്കുമ്പോഴാണ് ഇത് പറ്റുന്നത്. അപ്പോൾ जो हमको प्रैक्टिस करना है लाइफ इस जागृत अवस्था में करना चाहिए. ഇവിടെയാണ് നമ്മളത് ചെയ്യേണ്ടത്. അതിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഉള്ളിലൊരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. മാസ്റ്റർ പോലെ ആവണം എന്നുള്ളൊരു റെസ്റ്റ്ലെസ്നെസ്, അസ്വസ്ഥത है कि मास्टर जैसा बनना है, बेचैनी है. അതേസമയം തന്നെ നമ്മുടെ ഉള്ളിൽ സമാധാനം വേണം. ഞാൻ എവിടെ പോകാനൊന്നുമില്ല, ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞു, हमारे अंदर वो बैलेंस है कि मैं घर पहुंच गया, अभी मुझे कुछ करना ही नहीं है. അതാവണം, സ്വഭാവത്തിൽ അതാവണം. ഞാൻ എത്തിക്കഴിഞ്ഞു, പക്ഷേ ഞാൻ എങ്ങനെ അതുപോലെ ആവും എന്നൊക്കെ ഒരു ആ ഒരു ഉള്ളിലൊരു അസ്വസ്ഥത. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് വാട്ടറിൻ്റെ ക്വാളിറ്റി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എർത്തും വാട്ടറും. കാരണം 11ാമത്തെ പോയിന്റ് പ്രധാനപ്പെട്ട ക്വാളിറ്റി എർത്താണ്, എർത്ത് एलिमेंट, भूमि का एलिमेंट जो संतृप्ति और कंटेनमेंट का कैरेक्टर है. അതും ജലചക്ര है वाटर पॉइंट. वाटर का क्वालिटी है धैर्य, करेज, धीरज रखना. നമുക്ക് മനോധൈര്യം വേണം. നമുക്ക് എപ്പോഴേ മനസ്സിൽ ധൈര്യം വേണ്ടത്? ലോകത്തിൽ ഒച്ചെടുക്കാനും ബഹളം വയ്ക്കാനും അല്ല ധൈര്യം വേണ്ടത്. हमको प्रेम करना, കമ്പാഷൻ करना, इसमें करेज चाहिए. നമുക്ക് എല്ലാ സമയത്തും സ്നേഹിക്കാനുള്ളതാണ് ധൈര്യം എന്ന് പറയുന്നത്. മറ്റൊരു ധൈര്യം എന്ന് പറയാൻ പറ്റില്ല. ഒരാളെ ദേഷ്യപ്പെടുമ്പോൾ അയാളെ അടിക്കുക എന്നുള്ള ധൈര്യമല്ല. जो शत्रु है उसको वापस उसके साथ लड़ना, वो धीरज नहीं है. धीरज क्या है? जब उसको प्रेम से उसको ചേഞ്ച് करे, സ്നേഹത്തോട് കൂടിയിട്ട് അയാളെ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ധൈര്യം എന്ന് പറയുന്നത്. ബോധിസത്വൻ്റെ കഥ കേട്ടു. जो बुद्ध का प्रीवियस जन्म है बोधिसत्व है. അതിൽ ഒരു ബോധിസത്വൻ്റെ കഥയുണ്ട്. ബോധിസത്വ ഏക് ജന്മേ രാജാതെ. ബോധിസത്വന് ഒരു ജന്മത്തിൽ രാജാവായിരുന്നു, വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ള യോഗ്യനായിട്ടുള്ള രാജാവായിരുന്നു. बहुत धर्मिष्ठ बड़ा अच्छा राजा था. तो एक दिन ये बोधिसत्व, उस राजा का नाम मुझे पता नहीं है, രാജാവിൻ്റെ പേര് എനിക്കറിയില്ല, अपने रथ में जा रहा है. उसमें उसका സാരഥി है, രഥത്തിൽ പോകണം, സാരഥി ഉണ്ട്. പോകുന്ന വഴിക്ക് ഒരു ഒറ്റത്തടി പാലം, ഒറ്റത്തടിയല്ല, ഒരു വണ്ടി മാത്രം പോകുന്ന ഒരു പാലം, ഒരു ബ്രിഡ്ജ് है जिसमें एक गाड़ी ही जा सकता है. അപ്പോൾ ഈ രഥം ആദ്യം കയറി. നമ്മളിപ്പോൾ ഇല്ലേ, ഇപ്പോൾ ബ്രിഡ്ജ് കയറുമ്പോൾ ഇവിടുന്ന് ഒരു കാറ് കയറുമ്പോൾ അവിടുന്ന് ഒരു കാറ് കയറും, അങ്ങനെയല്ലേ? അപ്പോൾ ആരാണ് ആദ്യം പോകുന്നത്? ഉദർ സെ ബി ദൂസറായി ചാരിട്ട് ആ गया. മറ്റേ രാജ്യത്തെ രാജാവ് രഥമായിട്ട് കയറി. दूसरे किंगडम का राजा है, वो ब्रिज में घुस गया. ये भी ऐसा है. अब कौन पीछे हटे? ഇനി ആര് പുറകിലേക്ക് പോകും? രണ്ടുപേർക്കും പോകാൻ പറ്റില്ല, ഒരാൾ പുറകേക്ക് പോകണം. അപ്പോൾ ആ രാജ്യത്തെ രാജാവിൻ്റെ സാരഥി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഉസ് രാജാ കാ ജോ സാരഥി है
वो बाहर आ गया, बोला कि मेरा राजा पराक्रमी है, वो शत्रुओं को डिस्ट्रॉय करता है, ശത്രുവിനെ നശിപ്പിക്കും, രാജ്യങ്ങൾ കീഴടക്കും, അതുമാതിരി കള്ളന്മാരെ പണിഷ് ചെയ്യും, जो चोर है उसको पनिश करता है, ऐसा सब क्वालिटी बोला। तो बोधिसत्व का सारथी बाहर आ गया और बोला कि मेरा राजा ऐसा नहीं है, वो शत्रुओं को प्रेम करके अपना बना लेता है, जो चोर है उसको सुधारता है, കള്ളന്മാരെ നന്നാക്കുന്നു, ശത്രുക്കളെ ഇല്ലാതെ സ്നേഹം കൊണ്ട് ഇല്ലാണ്ടായിരുന്നു. ശത്രുക്കളെ എളുപ്പത്തിൽ മാറ്റാനുള്ള വഴി എന്താ പറയുക, അവർ മിത്രങ്ങളാക്കുക, അപ്പോൾ അവർ പിന്നെ ശത്രു ഇല്ലല്ലോ, ശത്രുക്കോ മിത്ര ബനാദോ തോ ഫിർ ഹോ ഗയ പ്രോബ്ലം. അപ്പോൾ ബോധിസത്വൻ്റെ സാരഥി പറഞ്ഞപ്പോൾ മറ്റേ രാജാവ് പുറത്തേക്ക് ഇറങ്ങി. ये सुन के दूसरा राजा बाहर आ गया और बोला कि आप ही बहान है, आप आगे जाओ करके वो आगे आ गया और ബോധിസത്വം ഈ രാജാവിനോട് മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അയാൾ രഥം പുറകോട്ട് വലിച്ചു. ഇങ്ങനെ കഥയുണ്ട്. അപ്പോൾ അതാണ് ധൈര്യം എന്നുള്ളത്. യഹി ഹേ കറേജ്. അഗർ ഹം പ്രേം സേ കിസി കോ ചേഞ്ച് കർ സക്താ ഹൈ, നമ്മൾ ഒരാളുടെ സ്നേഹത്തോടു കൂടി മാറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലൊരു ശക്തിയില്ല. ऐसे बोलते कि मैनेजमेंट करना, जैसे मैनेजर नहीं हो ऐसा मैनेजमेंट होना चाहिए. ഈ കമ്പനി का മാനേജ്മെൻറ്റ് ഐസ, അതിൻ്റെ ഒരു മാനേജർ ഇല്ലാത്ത സമയത്തും മാനേജർ ഉള്ള പോലെ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് ശരിക്കുള്ള കമ്പനി. नहीं तो सभी समय इधर मैनेजर होना चाहिए. सभी समय प्राइम मिनिस्टर नहीं है तो राज्य में हलचल हो जाता है. उसमें अर्थ क्या है कि गवर्नमेंट इല്ല എന്നാണ്. ये अच्छा गवर्नमेंट नहीं है. നമ്മൾ രാജ്യത്തിൽ അരാജകത്വം ഉണ്ടാണ്, പട്ടാളവും പോലീസും പ്രധാനമന്ത്രിയൊന്നും പ്രസൻറ്റ് അല്ലെങ്കിൽ അരാജകത്വം ഉണ്ടായിട്ട് നമ്മളുടെ ഡെവലപ്ഡ് ആയിട്ടില്ല. कोई भी नहीं हो तब राज्य अच्छी तरह चलता है, तब सच्चा गवर्नमेंट है. एक सेइंग इंग्लिश में, नो गवर्नमेंट इज़ द बेस्ट गवर्नमेंट. कोई भी गवर्नमेंट अच्छा गवर्नमेंट नहीं है, ऐसा है. दूसरा मतलब മറ്റേ मतलब नो गवर्नमेंट ഇല്ലാത്ത അവസ്ഥയാണ് ശരിക്കുള്ള ഗവൺമെൻറ് എന്നുള്ളത്. ऐसे होना चाहिए कि गवर्नमेंट ही नहीं है, पूरा सभी अपना काम कर सकते हैं. अगर देखो तो पेड़ पौधों को गवर्नमेंट नहीं है, ചെടികൾക്കും മരങ്ങൾക്കും ഗവൺമെൻറ് ഉണ്ടോ? അവർക്ക് ഗവൺമെൻറ് ഒന്നുമില്ല, वो अपने आप चलता है. ലോകത്തിൽ ഗവൺമെൻറ് ഒന്നുമില്ല. ഈശ്വരൻ എങ്ങനെ ഗവൺ ചെയ്യുന്ന ലോകത്തിൽ? ഈശ്വരൻ ഭൂമിയിൽ വന്നിട്ടില്ല. सब अच्छी तरह गवर्न होता है. ऐसा होना चाहिए हमारा जीवन की गवर्नमेंट नहीं हो, ऐसा गवर्न होना चाहिए. അപ്പോൾ അതാണ് പ്രഭുഭാവത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ക്വാളിറ്റി. നമ്മളെപ്പോഴും കറേജിയസ് ആയിട്ട് ധൈര്യത്തോട് കൂടിയിട്ട് ചേഞ്ച് ഇല്ലാതെ എപ്പോഴും കമ്പാഷനേറ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവും. നമുക്ക് ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് കറേജിൻ്റെ മുകളിലാണ്. आज हम ध्यान करेंगे करेज के ऊपर. करेजुम रेस्टलेसनेस, हमारे अस्वस्थता अंदर मास्टर जैसे बनने का है. और हमारा अंदर का करेज, നമ്മുടെ ഉള്ളിലുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മാസ്റ്റർ പോലെ തന്നെ പെരുമാറുള്ളൂ എന്നുള്ളൊരു ധൈര്യം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ആങ്ക് ബന്ദ് करके शांत होके बैठिए. നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങുന്നത് ഫസ്റ്റ് പോയിന്റിലാണ്. हम ध्यान शुरू करेंगे फर्स्ट पॉइंट से. फर्स्ट पॉइंट अपने लेफ्ट ചെസ്റ്റ് के लोअर पार्ट में है. ഇടത്തെ ചെസ്റ്റിൻ്റെ ഇടത്തെ ഭാഗത്ത് താഴെയാണ്, നിപ്പിളുടെ 2-3 വിരൽ താഴെ ഞാൻ പോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത്. അവിടെ ശ്രദ്ധിച്ച് ധ്യാനം ആരംഭിക്കും. ഹൃദയത്തിൽ ദിവ്യപ്രകാശം, സ്രോതസ്സിൽ വരുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ധ്യാനം ആരംഭിക്കും. हृदय में स्थित दिव्य स्रोत से आती हुई दिव्य प्रकाश मन को आकर्षित करते हुए महसूस कीजिए. प्लीज स्टार्ट मेडिटेशन. ഇപ്പോൾ അതൊക്കെ ഒബ്സർവേഷൻ പ്ലസ് 11th പോയിന്റിലേക്ക് ശ്രദ്ധ തിരിക്കും. 11th പോയിന്റ് എന്ന് പറഞ്ഞാൽ സഹസ്രാരമുള്ള കമലത്തിൽ ഞാൻ സഹസ്രാര കമലം ടച്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ 2 വിരൽ പുറകിലാണ് 11th പോയിന്റ്. അവിടേക്ക് ശ്രദ്ധ തിരിക്കും. അപ്പോൾ 11th पॉइंट की तरफ अपनी श्रद्धा कीजिए. ആദ്യം ശുദ്ധീകരണമാണ്.
पहले सफाई करेंगे. സെൻറ്റർ മേ എർത്ത് എലിമെൻറ്റ് है, നടുവിൽ ഭൂമി എലിമെൻ്റാണ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഉദർ സഫായി ഹോത്തെ മെഹസൂസ് കീജിയെ. ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് വരൂ. സെക്കൻഡ് പോയിന്റ് റൈറ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് ലോവർ പാർട്ടാണ്. അവിടെ 9 o'clock പൊസിഷനിലാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആത്മചക്രാണ്. അവിടെ 9 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഉദർ 9 o'clock പൊസിഷൻ മേ സഫായി ഹോത്തെ മെഹസൂസ് കീജിയെ. ഇനി തേർഡ് പോയിന്റിലേക്ക് വരൂ. തേർഡ് പോയിന്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് അപ്പർ പാർട്ടാണ്. ഉദർ ഫയർ എലിമെൻറ്റ്. തേർഡ് പോയിന്റ് ഫയർ എലിമെൻറ്റ് അഗ്നിചക്രാണ്. അവിടെ 6 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. 6 o'clock പൊസിഷൻമേ എർത്ത് എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഉദർ സഫായി ഹോത്തെ മെഹസൂസ് കീജിയെ. ഇനി ഫോർത്ത് പോയിന്റിലേക്ക് വരൂ. ഫോർത്ത് പോയിന്റ് റൈറ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് അപ്പർ പാർട്ടാണ്. അവിടെ വാട്ടർ എലിമെൻറ്റ് ജലചക്രാണത്. അവിടെ 3 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. ഉദർ 3 o'clock പൊസിഷൻമേ എർത്ത് എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഉദർ സഫായി ഹോത്തെ മെഹസൂസ് കീജിയെ. ഇനി ഫിഫ്ത്ത് പോയിന്റിലേക്ക് വരൂ. ഫിഫ്ത്ത് പോയിന്റ് വായുചക്രമാണ്. കഴുത്തിൻ്റെ ലോവർ പാർട്ടാണ്. ഗർദൻ കെ ലോവർ പാർട്ടിനെ. അവിടെ 12 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. ഉദർ 12 o'clock പൊസിഷൻമേ എർത്ത് എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കൂ. ഉദർ സഫായി ഹോത്തെ മെഹസൂസ് കീജിയെ. ഇനി തിരിച്ച് फर्स्ट पॉइंट लेके फर्स्ट पॉइंट में वापस आ जाइए और अपना अटेंशन 11th पॉइंट की तरफ, श्रद्धा 11th पॉइंटिലേക്കാണ്. ഇന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് പ്രഭു പോയിന്റിലുള്ള 11th പോയിന്റിലുള്ള അസ്വസ്ഥത, റെസ്റ്റ്ലെസ്നെസ്, അതിൻ്റെ ക്വാളിറ്റി റെസ്റ്റ്ലെസ്നെസ് ആണ്. അതിലുള്ള ജലചക്രത്തിൻ്റെ വാട്ടർ എലിമെൻ്റ് ക്വാളിറ്റിയായിട്ട് ധൈര്യം, കറേജ്, അത് തമ്മിലുള്ള ഹാർമണൈസിനെ കുറിച്ചാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ ഡിവൈനായിട്ടുള്ള ആ മാസ്റ്ററെ പോലെ ആയിത്തീരാനുള്ള ആ ഒരു അസ്വസ്ഥത, അതും भगवान की तरफ डिवाइन नेचर है, मास्टर की डिवाइन नेचर है, वो हाजिर करने के लिए जो बेचैनी है, അതും കറേജ്, വാട്ടർ എലിമെൻ്റ് ധൈര്യം, മാസ്റ്ററെ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാൻ, പൂർണ്ണ സ്നേഹമായിട്ടുള്ള डिवाइन मास्टर मैनिफेस्ट ചെയ്യാനുള്ള ആ ധൈര്യം, हमारे अंदर वो धीरज होना चाहिए, वो डिवाइन प्रेम को इधर मैनिफेस्ट करने का धीरज. और जो कर्म करना है, दुनिया में जो डिवाइन मास्टर काम करता है वो काम में भाग लेने का धैर्य, മാസ്റ്റർ ചെയ്യുന്ന പ്രവൃത്തികളിൽ മടി കൂടാതെ പ്രവർത്തിക്കാനുള്ളൊരു മനോധൈര്യം, ഈ ക്വാളിറ്റീസ് എൻ്റെ ഉള്ളിൽ അസിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വാംശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ये जो क्वालिटीज़ है मेरे अंदर अब असिमुलेट हो जाए,
Please start meditation. ഓക്കെ, ഇന്ന് മാസ്റ്ററുടെ അനുഗ്രഹത്താൽ ലഭിച്ച ക്വാളിറ്റീസ് മാസ്റ്ററുടെ പ്രവൃത്തിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആ ധൈര്യം നൽകുമെന്നും മാസ്റ്ററുടെ ഉപകരണങ്ങളാക്കാനുള്ള ആ അനുഗ്രഹം നമുക്കുണ്ടാവും എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണു തുറക്കും. जो क्वालिटीज़ आज हाजिर हुआ है वो मास्टर के काम में भाग लेने का धैर्य मुझे देगा और मास्टर का परफेक्ट उपकरण बन जाऊंगा, ये संकल्प लेके धीरे से आँख खोलिए.